ഇന്ന് നടന്ന SI മെയിൻ പരീക്ഷയുടെ മലയാള വിഭാഗം ചോദ്യങ്ങളാണിത്. ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് മലയാള വിഭാഗമാണ് ഏറ്റവും സിമ്പിളെന്ന് നമുക്ക് പറയാം. അത് ഫുൾ മാർക്കും നേടാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യവും ഉത്തരവുമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, വിഹഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം C ആണ്, പക്ഷി. വിഹഗം എന്ന വാക്കിന് പക്ഷി, അമ്പ്, മേഘം ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആകാശമല്ല, മേഘമാണ് വിഹഗം എന്ന വാക്കിനുള്ളത്. അപ്പോൾ ആകാശം ആരും എഴുതരുത്, അത് തെറ്റാണ്. ഇവിടെ ശരിയായ ഉത്തരം പക്ഷിയാണ്. പക്ഷി, വിഹഗം പക്ഷി. രണ്ടാമത്തെ ചോദ്യം, പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതാനാണ്. അതിനകത്ത് ഉത്തരം D ആണ്. പ്രതി അധികം ഏകമാണ് പ്രത്യേകം. ഇത് എൺസന്ധിയിലാണ് വരുന്നത്. ഇവിടെ യകാരത്തിൻ്റെ ചിഹ്നം ആണ് ആഗമിക്കുന്നത്. അപ്പം യകാരത്തിൻ്റെയും അതുപോലെ വകാര ചിഹ്നം, യകാരവും വകാരത്തിൻ്റെയും ചിഹ്നങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ തന്നുങ്കിക്കകത്ത് ന്വ, അവിടെ വരുന്ന വായുടെ ചിഹ്നം, അത്യധികം, പ്രത്യേകം, ഇതിനകത്തൊക്കെ യായുടെ ചിഹ്നം. അപ്പം ഇതാണ് ഇവിടെ ആഗമിക്കുന്നത്. ഈ ചിഹ്നം വന്ന് കണ്ടാൽ അന്നേരം നമുക്കറിയാം അത് എൺസന്ധി ആയിരിക്കും. ഞങ്ങളുടെ ചിഹ്നങ്ങളായിരിക്കും ആഗമിക്കുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തത്, സ്വാശ്രയം എന്ന വാക്കിൻ്റെ വിപരീതം എന്ത്? സ്വാശ്രയത്തിൻ്റെ വിപരീതം പരാശ്രയമാണ്. സ്വാശ്രയം എന്ന് വെച്ചാൽ തന്നെ ആശ്രയിക്കുക എന്നാണ്. പരാശ്രയം എന്ന് വെച്ചാൽ മറ്റൊരാളെ ആശ്രയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പരാശ്രയം എന്ന പദം നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതെന്നാണ്? ഈ ശരിയായ വാക്യം എഴുതാനായിട്ട് പലപ്പോഴും വരുന്നത് ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ തന്നേക്കും. അതിനകത്ത് അത് ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. ഇവിടെ നൽകിയിരിക്കുന്നത് മൂന്നാമത്തതാണ് ശരിയായ ആൻസർ. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് ശരിയായ ആൻസർ. ഏകദേശവും അതിനകത്ത് 1000-ഓളവും, അതിനകത്ത് ഓളവും ഏകദേശവും, ഇത് രണ്ടും ഏകദേശം ഒരേ അർത്ഥം വരുന്നതാണ്. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്നും കട്ട് ചെയ്താൽ മതി. 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നോ അങ്ങനത്തെ സെൻറ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ മൂന്നാമത്തത് നമുക്ക് ശരിയായിട്ട് എഴുതാം. അടുത്ത ചോദ്യം, കാട് എന്ന വാക്കിൻ്റെ പര്യായ പദം പര്യായമല്ലാത്ത പദം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് അചലം. അചലം എന്ന് വെച്ചാൽ പർവ്വതമാണ്. C ആണ് ആൻസർ. അചലം, പർവ്വതം. വിപിനവും അടവിയും കാനനവും ഒക്കെ തന്നെ കാടിന്റെ പര്യായ പദങ്ങളാണ്. അടുത്തത്, അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏതെന്നാണ്? അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് അവതാരകയാണ്. അവതാരക. അവതാരക എന്ന് വെച്ചാൽ അവതരിപ്പിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പം അവതാരിക എന്ന് വെച്ചാൽ അത് ആമുഖം എന്നാണ്, ആമുഖ ഭാഗം എന്നാണ് ആ അവതാരിക എന്ന വാക്കിന്റെ അർത്ഥം. അവതാരിക ആമുഖവും, അവതാരക അവതരിപ്പിക്കുന്ന ആളിന് പറയുന്ന സ്ത്രീലിംഗ രൂപവുമാണ്. അടുത്ത ചോദ്യം, അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏത്? അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഭേദഗതി. അമെൻമെന്റ് എന്നാൽ ഭേദഗതി. അടുത്ത ചോദ്യം, ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അതികഠിനമായ പ്രവൃത്തി. ഭഗീരഥൻ ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആ കഠിനമായ പ്രയത്നത്തെ ഉദ്ദേശിച്ചാണ് ഈ ശൈലി രൂപം കൊണ്ടത്. ഭഗീരഥ പ്രയത്നം, അതികഠിനമായ പ്രവൃത്തി എന്നത്. അടുത്തത്, ശരിയായ രൂപം ഏത്? ജഡം എന്നെഴുതുന്നതിന്റെ ശരിയായ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അത് D ആണ്. ജഡം, ഢ വരുന്നതാണ് ജഡം, D. അടുത്തത്, അവസാനത്തെ ചോദ്യം, മനസ്സ് എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? ഉത്തരം C ആണ്, മതി. മതി എന്ന് വെച്ചാൽ മനസ്സ്, മനനം ചെയ്യുന്നത്, അറിയുന്നത്, ഇങ്ങനെയെല്ലാ അർത്ഥത്തിലാണ് മനസ്സ് മതി എന്ന അർത്ഥത്തിന്റെ പര്യായത്തിൽ വരുന്നത്. മനസ്സ്, മതി. അതിനകത്ത് മൗലി എന്ന് വെച്ചാൽ തലമുടി, കിരീടം, നോക്കുക, ശിരസ്, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് മൗലി എന്ന പദം ഉപയോഗിക്കുന്നത്. വപുസ് എന്ന വാക്കിന് നല്ല ശരീരം എന്നുള്ള അർത്ഥത്തിലാണ്. വപുസ്, ശരീരം, സൗന്ദര്യമെന്നും സ്വഭാവമെന്നും ആകൃതി എന്നും ഒക്കെ അർത്ഥമുണ്ട് വപുസിന്. ഉത്തമാംഗത്തിന് തല, ശിരസ് എന്നിങ്ങനെയാണ് അർത്ഥം.